ഡിയേഴ്സ്, വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് മീ ഇയാസർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ? എടാ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എഡിറ്റിംഗിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എഡിറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിംഗിന്റെ ഏരിയ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും റിസ്ക് ആണ് എന്ന് പല കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സർക്കാർ ഇറക്കിയിട്ടുള്ള സെറ്റ് ബി സെറ്റ് CSCRT ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് സാർ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ശരിക്കും നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കോടാം. ഒന്നാമത് ഡോക്ടർ സാലിം അലി നോ എന്ന് പറയുന്നതല്ലേ, സാലിം അലി നോ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. സാലിം അലി അറിയുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാലിം അലി അറിയപ്പെടുന്നത് എന്ന് നമ്മൾ ആക്കേണ്ടി വരും. അപ്പോൾ നോ എന്നുള്ളതിൻ്റെ KNOW നോ എന്നുള്ളത് നമ്മൾ മാറ്റുമ്പോൾ നോൺ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റേണ്ടി വരും. സാലിം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനത്തിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. ദെൻ നോ എന്നുള്ളത് എന്താക്കണം, ഒരു മിനിറ്റ്, നോ എന്നുള്ളത് എന്താക്കണം, നോ എന്നുള്ളത് നമ്മൾ എന്താക്കേണ്ടി വരും, നോൺ എന്നാക്കേണ്ടി വരും, നോൺ എന്നാക്കേണ്ടി വരും. ബിക്കോസ് സാലിം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, സോ പിന്നെ വരുന്ന സമയത്ത് ഡെഡിക്കേറ്റഡ് ഹിസ് ലിവ് ടു സ്റ്റഡിയിങ് ആൻഡ് കൺസർവ് എന്ന് പറയുന്നുണ്ടല്ലേ. ഡെഡിക്കേറ്റഡ് ഹിസ് ലിവ് അല്ലെ, ലിവ് എന്ന് പറയാൻ പറ്റില്ല. ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് എന്ന് എന്ത് പറയണം, ലൈഫ് ആണ് പറയേണ്ടത്, അല്ലാതെ എന്തല്ല, ലൈഫ് എന്നല്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ നമ്മൾ ലൈഫ് എന്ന് കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് ഉണ്ട് ലൈഫ് ഉണ്ട് അല്ലേ. ലൈവ് അല്ലേ. അപ്പോൾ ലൈഫ് ജീവിതം, ജീവിക്കുക എന്നുള്ളൊരു സാധനം കണ്ടില്ലേ. ലിവ് ജീവിക്കാൻ സാധനം ഉണ്ട്. ദെൻ നമ്മൾ ലിവ്, അദ്ദേഹത്തിൻ്റെ ലൈവ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ലൈവ് എന്നുള്ളത് മാറ്റി നമ്മൾ എന്താക്കണം, ലൈഫ് എന്നാക്കണം. സോ സ്റ്റഡിയിങ് ആൻഡ് കൺസർവ് ദ റിച്ച് ബേർഡ് വെൽത്ത് ഓഫ് ദ കൺട്രി. കൺസർവിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ കൺസർവ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ സ്റ്റഡിയിങ് ആൻഡ് കൺസർവ്ഡ് പറയില്ല. അപ്പോൾ എന്താ പറയുക, സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ്. ഓൾറെഡി നമുക്ക് മനസ്സിലായപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തു. സോ വീണ്ടും എന്തിനായിരിക്കും വരിക, കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ് കേട്ടോ. അപ്പോൾ അവിടെ ING ഫോം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാത്തിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവില്ലുണ്ടാവുക. ചിലപ്പോൾ ഹാസും ഹാവും വന്നുപോകണം എന്നുകൂടില്ല. അപ്പോൾ ഇതിലൊന്നും ഹാസും ഹാവും ഒന്നും വന്നിട്ടില്ലല്ലോ. ഇതിലെന്താണുള്ളത്, കൺസർവിങ് ING ഫോം കൊടുക്കാനാണ്. ഏകദേശം സെയിം ഏരിയകൾ വരുന്നുണ്ട്, ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സാറ് ഐസ് ആം ആറ് വരുമ്പോൾ വാസ് വേറെ ആക്കണം, ഇങ്ങനെ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡിറ്റിംഗിൽ നോക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നോക്കാം. ഹിസ് സർവേ, അദ്ദേഹത്തിൻ്റെ സർവേകൾ ഓഫ് ബേർഡ്സ് അക്രോസ് ഇന്ത്യ പ്രൊവൈഡ് വാല്യബിൾ ഇൻസൈറ്റ് ഇൻ ടു ദർ ഹാബിറ്റേറ്റ് ആൻഡ് ബിഹേവിയർ. അതായത് അദ്ദേഹത്തിൻ്റെ സർവേസ്, ഇന്ത്യയിൽ അദ്ദേഹം ഒരുപാട് സർവേകൾ നടത്തിയിട്ടുണ്ട്. അത് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള, ഒരുപാട് മൂല്യമുള്ള പിന്നെ നോളേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആരെക്കുറിച്ചിട്ട്, ഹാബിറ്റേറ്റ് ആൻഡ് ദെയർ ബിഹേവിയർ. അതായത് കിളികളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടും ശീലങ്ങളെ കുറിച്ചിട്ടും. അപ്പോൾ അവരുടെ എന്നുള്ളതിന് നമ്മൾ ദേറ കൊടുത്ത്, ദേർന്ന് കൊടുക്കാൻ പറ്റുമോ, അവരുടെ, ദേർ എന്നാൽ അവിടെയാണ്. അപ്പോൾ അവരുടെ എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, അവരുടെ എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾ ദയർ എന്ന് കൊടുക്കേണ്ടി വരും, നമ്മൾ ദയർ എന്ന് കൊടുക്കേണ്ടി വരും. മാറിപ്പോവരുത്, ഇവിടെ ദയർ അല്ല, ദയർ ആണ്. പിന്നെ എന്താണ്, ഹി ബ്രോട്ട് സെവറൽ ഇൻഫ്ലുവൻഷ്യൽ ബുക്ക്. അദ്ദേഹം കുറച്ച് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് അല്ല, ഇന്ത്യൻ ബേർഡ്സിൻ്റെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഹു റിമൈൻസ് എ ക്ലാസിക് റെഫറൻസ്. ഹു റിമൈൻസ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് ഡിനോട്ടിങ് ടു എ പേഴ്സൺ ആണ് എന്ത് ഹു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വെച്ച് റിമൈൻസ് എ ക്ലാസിക്, അതൊരു ടൈപ്പ് ഓഫ് ഒരു തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹു അല്ല ഉപയോഗിക്കുക, നമ്മൾ എന്താ ഉപയോഗിക്കുക, നമ്മൾ വിച്ച് അല്ലേ, ഇത് ടൈപ്പ് ഓഫ് ഒരു വ്യക്തി സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, വിച്ച് ആണ് യൂസ് ചെയ്യുക, അല്ലാതെ എന്തല്ല, ഹു എന്നല്ല യൂസ് ചെയ്യുക കേട്ടോ. സോ പിന്നെ നമ്മൾ വരുമ്പോൾ റെഫറൻസ് ടു ദ ഓർണിത്തോളജിസ്റ്റസ് ഓഫ് ദ നേച്ചുറൽ ലവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർണിത്തോളജിസ്റ്റ്, ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ, ഇതിൽ ഓർണിത്തോളജിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓർണിത്തോളജി എന്നിങ്ങനെ എഴുതാം കേട്ടോ. അതുവരെ ഉണ്ട്. ഇവിടെ ഒരു NI ഉണ്ട്, ഇവിടെ എന്തില്ല, ഇവിടെ I ഇല്ല കേട്ടോ. ഓർണിത്തോളജിസ്റ്റ് കേട്ടോ, ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്നാമത് നമ്മൾ ചെയ്തൊരു നോ അല്ല, KNO എന്ന് പറഞ്ഞാൽ നോ, അറിയുക കേട്ടോ. ന്യൂ, അറിഞ്ഞു, നോണിൽ അറിയപ്പെടുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സാലിം അലി അറിയപ്പെടുന്നത് എന്തായിട്ടാണ്, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആയിട്ടാണ്. ഇറ്റ് മീൻസ് നോ എന്നല്ല കൊടുക്കണം, എന്താ കൊടുക്കേണ്ടത്, ന്യൂ എന്നല്ല, നോൺ എന്നാ കൊടുക്കേണ്ടത് കേട്ടോ. സോ അതിൻ്റെ മാറ്റങ്ങളാണ് സാർ അവിടെ കൊടുത്തുള്ളത്. ശരിക്കും നോക്കിക്കോടാ. നോൺ എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നീഡ് ഡിസ്ക്രിപ്റ്റീവ് പ്രൈസ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആകുമ്പോൾ എന്ത് കൊടുക്കണം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൊടുക്കണം. പിന്നെ നൗൺ ഫോം റിക്വയർഡ് ഇൻസ്റ്റെഡ് ഓഫ് വെർബ് ലിവ്. അതായത് നൗൺ ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ ലൈവ് എന്ന് വരുന്ന വെർബ് അല്ല അവിടെ കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു, ഡെഡിക്കേറ്റ് ചെയ്തു
എന്നാണ് പറയേണ്ടത്. ഓക്കെ, അല്ലാതെ അദ്ദേഹം ഡെഡിക്കേറ്റഡ് ജീവിച്ചു എന്നല്ല പറയേണ്ടത്, അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ചു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലീവ് മാറ്റിയിട്ട് എന്താക്കിയത്, ലൈഫ് ആക്കിയത്. ഓക്കെ, താഴേക്ക് വരുമ്പോൾ കൺസർവിങ്, അതൊരു സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്റ്റഡിയിങ് ആൻഡ് കൺസർവ്ഡ് പറയോ ഇല്ല, സ്റ്റഡിയിങ് ഇവിടെ ING ഫോം ആണ്, കണ്ടിന്യൂസ് ആണ്, അവിടെ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ING ഫോം കൊടുത്തത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇൻസൈറ്റ് ഇൻ ടു ദർ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് പൊസസീവ് പ്രൊനൗൺ പ്ലൂറൽ വേർഡ്സ് ദർ ഈസ് ഫോർ ലൊക്കേഷൻ. അതായത് ദർ അവിടെ എന്നുള്ള ഒരു പിന്നെ പൊസസീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്ഥലത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറഞ്ഞത് സ്ഥലത്തിനെ കുറിച്ചല്ല, ബേർഡ്സ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് വ്യക്തികളെ, എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ്, ഇത് പ്ലൂരലാണ്, അതുപോലെ ബേർഡ്സ് എന്നുള്ള പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരൽ ആയതിനെ കൊണ്ട് തന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണ്, ഒരു സ്ഥലങ്ങളെ കുറിച്ച്, ഇവിടെ സ്ഥലങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ദർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് ദയർന്ന്, കാരണം അവിടെ കിളികളെ കുറിച്ചാണ് പറഞ്ഞത്, മനസ്സിലായോ, ഒരു ടൈപ്പ് ഓഫ് ആളുകളെ കുറിച്ച്, മനുഷ്യന്മാരല്ല, ഒരു ടൈപ്പ് ഓഫ് ബേർഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ബേർഡ്സിനെ കുറിച്ച് അതിനെ കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, അവിടെ ദയർന്ന് കൊടുക്കണം, അതായത് അവിടെ എന്ന് പറയാൻ പറ്റൂല. ദർ എന്നുള്ളത് യൂസ് ചെയ്യുന്നതിനാണ്, പ്ലേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൊസസീവ് പ്രൊനൗൺ ആണ്. ദെൻ താഴേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഹൂ എന്നുണ്ട്, ഹൂ റിമൈൻസ്, ഹൂ എന്ന് പറയാം വ്യക്തികളെ കുറിച്ച് പറയാനാണ്. ഇവിടെ പറയുന്നത് വ്യക്തികളെ കുറിച്ചല്ല, ഇവിടെ കുറിച്ച് എന്തിനാ, ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതായത് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ എന്ന് പറയുന്നത് വിച്ച് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പുസ്തകമാണ്, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ അതിന്റെ ഇസ് എ റിമൈൻ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, ആ പുസ്തകത്തിലെ ഒരു ഏരിയനെ കുറിച്ച് പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒബ്ജക്റ്റുകളാണ്, പുസ്തകം ഒരു ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ഹൂ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ജനങ്ങൾ, അതായത് പീപ്പിൾ, ഒരു ഏതെങ്കിലും മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക, ഹൂ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ മാറ്റം വന്നത് കേട്ടോ. പിന്നെ ഓർണിത്തോളജിസ്റ്റിൽ എന്താണ് കറക്റ്റ് സ്പെല്ലിംഗ് ഫോർ ദ സയന്റിഫിക് ടേം, ഇത് കണ്ടോ, ORNI എന്നുണ്ട്, ORNI എന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ORNT എന്ന് തുടങ്ങിയിട്ടുണ്ട്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റിംഗിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. എഡിറ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. എഡിറ്റിംഗിൽ ഓരോ ഏരിയ നിങ്ങൾ സെറ്റ് A, സെറ്റ് B, സെറ്റ് C ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടാവും സാറി വിചാരിക്കുന്നുണ്ട്. ഇത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏരിയ ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കട്ടോ. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റ, ബൈ ബൈ, സീ യു.